ഹായ്, കുറച്ച് നാളുകളായല്ലേ നമ്മൾ കണ്ടിട്ട്. കുറച്ച് ജോലി തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് സിനിമകളൊന്നും കാണാൻ സാധിക്കാതെ പോയത്. അതുകൊണ്ട് തന്നെയാണ് റിവ്യൂവും ചെയ്യാത്തത്. എന്തായാലും കുറേ സുഹൃത്തുക്കൾ കമൻറ്റ് ബോക്സ് വഴിയും അതുപോലെ തന്നെ ഇമെയിൽ വഴിയൊക്കെ ആയിട്ട് എന്ത് പറ്റി, എന്താണ് ബ്രോ റിവ്യൂ ചെയ്യാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് റീസൺ എന്നുള്ളത്. എന്തായാലും ഇന്നത്തെ ഇരിക്കുന്ന നമുക്ക് അത്യാവശ്യം ത്രില്ലൊക്കെ അടിച്ചിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു ഹോളിവുഡ് സിനിമ പരിചയപ്പെടുത്താനാണ്. ചിത്രത്തിൻ്റെ പേരെന്നുള്ളത് ഡ്രോപ്പ് എന്നുള്ളതാണ്. പഴയ സിനിമയൊന്നുമല്ല, റീസെൻ്റ്ലി ആമസോൺ പ്രൈമിലൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ത്രില്ലർ ചിത്രമാണിത്. ഓക്കെ, ഇനി ഈ സിനിമയുടെ കഥയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായികയുടെ പേര് വയലറ്റ് എന്നുള്ളതാണ്. അവളുടെ മകൻ്റെ പേര് എന്നുള്ളത് ടോബി എന്നുള്ളതാണ്. ഒരു കൊച്ചു പയ്യനാണ്. ഇവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ നായികയുടെ ഹസ്ബൻഡ് എന്നുള്ളത് കുറച്ച് നാളുകൾക്ക് മുമ്പ് മരണപ്പെടുകയും ചെയ്തു. അതെങ്ങനെയാണെന്നൊക്കെയുള്ളത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ നായിക ഒരു ഡേറ്റിംഗ് ആപ്പ് മൂലം നമ്മുടെ നായകനെ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് ഇവർ കാണാൻ വേണ്ടി പോവുകയാണ്. ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചാണ് ഇവർ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ നായകനെ മീറ്റ് ചെയ്യാൻ പോകുന്നതും അവിടെ വെച്ച് അപ്രതീക്ഷിതമായിട്ട് അരങ്ങേറുന്ന ത്രില്ലിംഗ് സംഭവങ്ങളുമായിരുന്നു ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു സിനിമയെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് ഓടി എത്തിയിട്ടുണ്ടായിരുന്ന ഒരു ചിത്രം എന്നുള്ളത് ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ്, എനിക്കൊരു 3, 4, 5 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ക്യാരി ഓൺ എന്ന് പറഞ്ഞൊരു സിനിമ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് റെഡ് ഐ എന്ന് പറഞ്ഞൊരു സിനിമയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ സിനിമകളൊക്കെ കണ്ടവർക്കാണെങ്കിൽ ആ സിനിമയുടെ ആ ഒരു കഥയും അതിൻ്റെ അവതരണവും ഒക്കെ ഏത് തരത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് പക്ക സീരിയസ് ത്രില്ലർ മൂഡിൽ തന്നെയാണ് ആ സിനിമകളൊക്കെ പിടിച്ചിരുത്തുന്നത്. ആ ടൈപ്പിലുള്ള മറ്റൊരു സ്റ്റോറിയിൽ നിന്ന് തന്നെ ഈ ഒരു ഡ്രോപ്പിനെ പറയാൻ സാധിക്കും. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മാരക കഥ എന്നും പറയാൻ സാധിക്കില്ല, ഒരു കുഞ്ഞു ത്രെഡ് തന്നെയാണ്. എന്നാൽ ആ കഥ എടുത്ത് അവതരിപ്പിക്കുമ്പോൾ, അതും എസ്പെഷ്യലി സ്ക്രീൻ പ്ലേയിലൂടെ കൊണ്ടുപോകുമ്പോഴത്തേക്കും സസ്പെൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മുന്നോട്ട് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു ആകാംക്ഷയില്ലേ, ആ സംഭവം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള മൊമെന്റ്സ്, നമ്മൾ ടിസ്റ്റ് ആൻഡ് ഡാൻസ് എന്ന് പറയില്ലേ, അത്തരത്തിലുള്ള കുറച്ച് മൊമെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഇങ്ങനെ നെയിൽ ബൈറ്റിംഗ് മൂഡിലേക്ക് പ്രേക്ഷകരെ അങ്ങ് പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള കുറേ കിടിലൻ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ ഒരു സ്ക്രീൻ പ്ലേ അവതരണം എന്നുള്ളത് തന്നെയാണ് ഡ്രോപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് വശം എന്നുള്ളത്. അതുപോലെ തന്നെ പ്രകടനങ്ങളും മികച്ച രീതിയിൽ നിന്നിട്ടുണ്ടായിരുന്ന ഒരു സിനിമ തന്നെയാണ് ഡ്രോപ്പ് എന്നുള്ളത്. എസ്പെഷ്യലി വയലറ്റ് എന്ന് പറയുന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് മേഗൻ ഫെയ്ഹി എന്ന് പറയുന്ന ആക്ട്രസ് ആണ്. പുള്ളിക്കാരത്തി നല്ല നീറ്റായിട്ടാണ് ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതും ആ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചുകൊണ്ട് കുറേ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ തന്നെ നേരിടുന്നുണ്ട്. അതൊക്കെ വളരെ കൺവീൻസിംഗ് ആക്കി തന്നെയാണ് സ്ക്രീനിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ബ്രാൻഡൻ സ്ക്ലൈനർ ആണ്. അദ്ദേഹത്തിന്റെ പ്രകടനവും വളരെ മികച്ച രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാൻ സാധിക്കും. അതിപ്പോൾ വിഷ്വൽസ് ആകട്ടെ, അല്ലെങ്കിൽ മ്യൂസിക്, ഓഡിയോ വർക്ക് ആകട്ടെ, അതെല്ലാം കൊണ്ടും നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ നിന്നിട്ടുള്ള അല്ലെങ്കിൽ ചിത്രീകരിച്ചെടുത്തിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ് ഡ്രോപ്പ് എന്നുള്ളത്. സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു പക്ക ത്രില്ലർ സിനിമ തന്നെയാണിത്. പിന്നെ ഒരു സിനിമ നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണാം, അതും വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇരുന്ന് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ത്രില്ലർ ചിത്രം കൂടിയാണിത്. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 7/10 ആണ് നൽകുന്നത്, 10/7. തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പങ്കുവച്ചേക്കുക. എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.